അല്ലേലും നീ ഒന്നിന്റെയും മോശം കാണുന്നില്ലല്ലോ. നീ വളരെ നന്മയുള്ളവളാ എന്റെ മോളെ. ഇന്നത്തെ കാലത്ത് ഇത്രയും ഹൃദയശുദ്ധിയുള്ളവരെ എവിടെ കിട്ടാനാണ്? മുകളിലുള്ളവൻ അത് നിനക്ക് കാട്ടിത്തരും. എന്റെ ദൈവം നിന്നെ രക്ഷിക്കും ആ ചെകുത്താനിൽ നിന്ന്. പിന്നെ ജാനകി ആന്റി, എനിക്ക് ഓർമ്മയുണ്ട്, പൃഥ്വിയേട്ടനെ ആന്റിക്കും അത്ര ഇഷ്ടമല്ലേ? ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ പക്കല് പൃഥ്വിയേട്ടനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനായി ഒരു റീസണും ഇല്ല. പക്ഷെ ആന്റി വേഗം സുഖമായി വന്ന പിന്നെ ഈ കാര്യം എന്നോട് പറയുകയാണെങ്കിൽ, പ്രീത നീ ബന്ധം വേണ്ടെന്ന് വെക്ക്. എങ്കിൽ ഞാൻ ആന്റിയോട് ഒരു കാരണം ചോദിക്കില്ല എന്തുകൊണ്ടാന്ന്. എന്നിട്ട് ഈ ബന്ധം വേണ്ടെന്ന് വെക്കും. പക്ഷെ ആന്റി വേഗം സുഖാവണം, എന്തെങ്കിലും പറയണം. പറയുന്നത് കേക്ക്. ബേബി ഒന്ന് നിക്ക്. ഇവളുടെ കാര്യം നീ എന്നെ വീട് വരെ കൊണ്ടുവിട്ടില്ലേ? വലിയ ഉപകാരം അത്. ഇനി നിനക്ക് പോവാം പൃഥ്വി മേനോൻ. താങ്ക് യു. എന്താ നീ പറയുന്ന മോളെ? ഓക്കെ ഫൈൻ, ഐ ആം സോറി. ഞാൻ കാറിൽ വെച്ച് എന്തൊക്കെ പറഞ്ഞോ, പ്ലീസ് ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. നിനക്ക് എന്നെ അറിയാവുന്നല്ലേ? നിന്നെക്കാൾ നന്നായി എന്നെ ആർക്കും അറിയാം. ആ സമയത്ത് ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. നിനക്ക് ദേഷ്യം അറിയാവുന്നല്ലേ? ദേഷ്യത്തിലായിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ വളരെ ആലോചിച്ചാ പറഞ്ഞേ. ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നീ ഇവിടെ നിന്ന് പോയിത്താ. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. ഞാൻ സോറി പറഞ്ഞില്ല, പിന്നെ നിന്നെ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്. പൃഥ്വി സ്റ്റോപ്പ് ക്രിയേറ്റിംഗ് ദിസ് ഡ്രാമ. ഇവിടെ നിന്ന് പോയിത്താ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്ക്. എനിക്ക് ചില കാര്യങ്ങൾ ആലോചിക്കാൻ കുറച്ച് സമയം വേണം. എന്ത് കാര്യത്തെ കുറിച്ചാണ് നിനക്ക് ചിന്തിക്കാൻ സമയം വേണ്ടത്? നമ്മളെ കുറിച്ച്. നമ്മളെ കുറിച്ചോ എന്ന് വെച്ചാൽ? ഈ ബന്ധത്തെ കുറിച്ച്. ബന്ധത്തിന് ഇപ്പൊ എന്ത് പറ്റി? നമ്മുടെ ഈ ബന്ധത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് ആലോചിക്കാനായി. ഇതിൽ ചിന്തിക്കാൻ എന്താ ഉള്ളത്? ബേബി, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. അതിൽ പിന്നെ പൃഥ്വി പ്ലീസ് ദാ, നീ ഇവിടെ നിന്ന് പോ. ഇനി നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ മറന്നു പോകും. ഞാൻ എല്ലാം ഈ സെക്കൻഡിൽ തന്നെ അവസാനിപ്പിക്കും. നീ പോ. ബേബി, വാട്ട് ആർ യു? ഐ സെഡ് ഗോ. വാതിലിൽ പൂട്ടില്ലല്ലോ. ഓ, മോൻ വന്നിട്ടുണ്ടാവും. ഈ വാതിലിലെ പാട്, ദാറ്റ് മീൻസ് ആരോ പൂട്ട് തകർത്ത് അകത്ത് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂട്ട് അതായത് ആരോ ഈ പൂട്ട് തകർത്ത് അത് പൃഥ്വി തന്നെ വിളിക്കാം. ഹലോ പൃഥ്വി, നീ ഒരു കാര്യം ചെയ്യ്. പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വാ. ഞാനിപ്പോ വരാം. ഇത് നോക്ക്, ആരോ പൂട്ട് തീർത്ത് വീട്ടിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. മോൻ പറഞ്ഞത് ശരിയായിരുന്നു. വീട്ടിൽ ഡെഫിനറ്റ്ലി ഒരു കള്ളം വന്നിട്ടുണ്ട്. ഞാൻ കരുതിയത് മോൻ നിന്നെ കുറിച്ചാ പറയുന്നെന്ന്. അമ്മ നിന്നെ കണ്ടതാ. പക്ഷെ ഇല്ല, ഇതിൽ അടയാളമുണ്ട്. പൂട്ട് തകർത്തേന്റെ. ഐ എം ഷുവർ ഏതോ കള്ളം വന്നിട്ടുണ്ട്. ഇത് പിടിക്കാം. എന്താ ചെയ്യുന്നേ? പോലീസിനെ വിളിക്കാം. നോ, പോലീസിനെ എന്തിനാ വിളിക്കുന്നേ? പിന്നെ പോലീസിനെ വിളിച്ചല്ലേ പറ്റൂ. വീട്ടിൽ കള്ളം കയറിയതല്ലേ. ആൻഡ് ഐ എം ഡാം ഷുവർ അവൻ നിന്റെ കല്യാണ ആഭരണങ്ങൾ മോഷ്ടിക്കാത്തിയതാവും. ഞാൻ ഇപ്പോ തന്നെ പോലീസിനെ വിളിച്ച് അവന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, നിക്ക്. ആദ്യം അകത്തേറി ചെക്ക് ചെയ്യാം എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോന്ന്. റൈറ്റ്, നടക്ക.
ഇത് ഞാൻ എവിടെയാ വെച്ചത്? ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ. എന്താണ് നിനക്ക് പറ്റിയേ? എല്ലാവരോടും എപ്പോഴും പറയുന്നതാ എന്റെ ഈ ബ്യൂറോയിൽ നിന്ന് ഒരിക്കലും കൈവെക്കരുതെന്ന്. ആര് കേൾക്കാൻ? ഇവിടെ ഇല്ലല്ലോ. ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനങ്ങളൊന്നും കൈവെക്കരുതെന്ന്. ആര് കേൾക്കാൻ? എന്നാലും ഈ സർട്ടിഫിക്കറ്റ്സ് ഇത് എവിടെ പോയി? ഇതിലും ഇല്ലല്ലോ. പ്രീത, അറിയില്ല ചേച്ചി, ഇത് കഴിഞ്ഞ് ആര് വിവാഹം കഴിക്കുന്നു? ഞാൻ അയാളെ വിവാഹം കഴിച്ചോളാം. നിന്റെ മനസ്സിലുള്ള ഫീലിങ്സ് അത് ഷെർലിന് വേണ്ടിയാണോ അതോ പ്രീതയ്ക്കോ? ഏത് വിധത്തിലാണോ അവൾ എന്റെ ഹൃദയം കവർന്നത്? ഈ മോഷണം എന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ള പണിയാണോ? തനിക്കറിയോ പ്രീത, എങ്ങനെ മനസ്സിനെ ശക്തിപ്പെടുത്തിയാണ് എത്ര കറേജോടെ ഞാൻ ഈ ഫോട്ടോ എടുത്തതെന്ന്? പക്ഷെ ഇതുവരെ ഏട്ടൻ ഏത് ഫോട്ടോയും നോക്കുന്നേ? ആരുടെ ഫോട്ടോ ഏട്ടാ നോക്കുന്നേ? ആരുടെ ഫോട്ടോ? നീ എന്തിനാ വിളിക്കുന്നത്? ഏയ്, ഞാൻ ആരെ വിളിക്കാനാ? ഏയ്, അങ്ങോട്ട് എടുക്കും. ഇതൊന്നും ഒരിക്കലും ശരിയല്ല കേട്ടോ. വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഏട്ടാ എന്നെ ഒന്ന് കാണിക്ക. ഞാൻ അത് വേണ്ട. നീ ഇതിനെ കാണണേ. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ തരില്ല. ഒരു ബാഡ് മാനേഴ്സ് കേട്ടോ ഇത്. ബാഡ് മാനേഴ്സ്? അവന്റെ ഭാവം കണ്ടില്ലേ? നിന്നെ പറ്റി ടെൻഷനുണ്ട് എനിക്ക്. നീ പുണ്യാളനാവും. ഞാൻ പുണ്യാളനായ നിനക്കെന്താ? എന്നുവെച്ചാ ഒന്നുമില്ല, ഫോർഗെറ്റ് ഇറ്റ്. ഇങ്ങോട്ട് എടുക്കും. മര്യാദയ്ക്ക് കാണിക്കില്ല. ഇല്ല, ഒന്നുമില്ല, നീ പോയേ. അത് ആരുടെ ഫോട്ടോ? ആരുടെ ഫോട്ടോയാന്ന്? ആരേട്ടാ? ഷെർലിന്റെ ഫോട്ടോയാ. ഷേളിന്റെ ഫോട്ടോ ആണെന്നോ? ആ, പിന്നെന്താ എന്നെ കാണിക്കാത്തെ? അത് അത്ര നല്ല ഡ്രസ്സിലല്ല, അതുകൊണ്ടാ. നീ കാണണ്ട. ഓ, നീ ഷേളിന്റെ കുട്ടി ഉടുപ്പോർത്ത് ടെൻഷനിലല്ലേ? ആ, നിനക്കറിയാലോ എനിക്ക് ഇത്തരം ഡ്രസ്സൊന്നും. ശരി, ഇനി നീ കല്യാണം കഴിഞ്ഞ പർദ്ദ ഇടിച്ചാ മതി. സത്യം പറയട്ടാ, എന്താ കാര്യം? നോക്കി, ഷേളിന്റെ കുട്ടിയുടുപ്പെന്നൊക്കെ പറഞ്ഞത് വെറും നോൺസെൻസ് ആണ്. നീ സത്യം പറയുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും. നീ പറയേ, സത്യം എന്താണെന്ന് പറയുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും. പറയേ, ഐ എം വെയിറ്റിംഗ്. ശരി, ഞാൻ നിന്നോട് സത്യം പറയാം. ആ, എനിക്ക് ചില സമയങ്ങളൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട്. ദൈവത്തിന് എന്നോട് ദേഷ്യമാണെന്ന്. ആ, നീ ഗോഡിനോട് കംപ്ലൈന്റ് ചെയ്യാല്ലേ? നിന്നോട് എന്തിനാ ഈ ചതി ചെയ്തേന്ന്? നിന്റെ ലൈഫിലേക്ക് ഷെളിനെ അയച്ചോണ്ടാണോ? അങ്ങനെയല്ലടാ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ദൈവം എന്തിനാ ഷെളിനെ എന്റെ ലൈഫിലേക്ക് അയച്ചെന്ന്. ശരി, ഭഗവാൻ ഷെളിന്റെ കാര്യത്തിൽ നിനക്ക് അഡ്വൈസ് തരുന്നുണ്ട്. ഈ ബന്ധം ഉപേക്ഷിച്ചേക്ക്. എടാ പൊട്ടാ, ഇതങ്ങനെ അത്ര എളുപ്പത്തിൽ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ നിന്റെ ചേട്ടനത് എന്നേ ചെയ്തേനെ. എന്തേ പ്രോബ്ലം? എന്താ നീ അങ്ങനെ ചെയ്യുന്നേ?
കാര്യം എന്താണെന്നോ, ഒരു കാര്യത്തിൽ ഞാൻ ടെൻഷനിലാണ്. എനിക്ക് തോന്നുന്നത് എന്റെ കല്യാണം ഷെർലിനുമായിട്ട് നടക്കും തന്നെയാണ്. എന്നാൽ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല. എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കായിരിക്കും. രണ്ടുപേർക്കിടെ കിടന്ന് ഞാൻ ടെൻഷൻ അടിക്കും. അതാ എന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം. നീ സത്യമായി പറയുന്നേ? ഐ മീൻ, ഷേളിന് ഞാനും ചേരില്ല. നിന്റെ കല്യാണത്തിന് ശേഷം അത് തുടരുവേട്ടാ. പക്ഷെ നീ പേടിക്കണ്ട, ഞാൻ അങ്ങനെ ഒരു കാച്ചിങ് ചെയ്യാം, ഈ ബന്ധം കട്ടാക്കാൻ വേണ്ടി. എന്റെ മോനെ, നിന്റെ കയ്യിൽ അങ്ങനെ എന്ത് ക്യാച്ചിങ്ങാ ഉള്ളേ? അത് അത് പിന്നീട് പറയാം. ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ ഏട്ടാ, സാഡാക്കുന്ന ഈ ഫോട്ടോ ഇനി കാണണ്ട. പിന്നെ നിർബന്ധമാണെങ്കിൽ കിരൺ നമ്പരുടെ ഫോട്ടോ ഒന്ന് കാണുന്നേ. ഐ മീൻ, ഏത് ആംഗിളിൽ നോക്കിയാലും നിന്റെ മുഖത്ത് പുഞ്ചിരി മാത്രമേ ഉണ്ടാവൂ. ഐ ഗ്യാരണ്ടീഡ് ഇറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ഇവിടെ വന്നേ. കിരൺ നമ്പ്യാർ. ഷെർലിൻ, നീ വന്നോ മോളെ? മോം, ഞാനാ വന്നേ. നോ, ഐ ആം ഫീലിംഗ് ബെറ്റർ. എന്തു പറ്റി മോം? അമ്മ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. യുനോ, പോലീസ് വീട്ടിൽ വന്നിരുന്നു. അവരെല്ലായിടവും തിരഞ്ഞു നോക്കി, ആരെയും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അവൻ പേടിച്ചു പോയിട്ടുണ്ടാവും. ഞാൻ വെറുതെ നിന്നെയും ടെൻഷൻ അടിപ്പിച്ചു. നിനക്ക് പാർട്ടി എൻജോയ് ചെയ്യാൻ പറ്റാതെ. ഇറ്റ്സ് ഓക്കെ മോം. അമ്മ സേഫ് ആയിരുന്നില്ലേ? അതാ എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ്. പക്ഷെ പോലീസിന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലും കയറാൻ നോക്കിയിട്ട് രക്ഷപ്പെട്ടതായി. എന്നുവെച്ചാ അമ്മയുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയോ? അതോ ഇനി എന്റെ റൂം? ഓ ഗോഡ്, പൃഥ്വിന്റെ മുറിയിലുണ്ടല്ലോ. ഞാൻ അമ്മയോട് ഇപ്പൊ പറഞ്ഞേനെ അങ്ങോട്ട് പോവാന്ന്. നീ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോവാ. നല്ല ക്ഷീണമുണ്ട്. പ്ലീസ്. ശരി, നോ പ്രോബ്ലം. സ്ലീപ് വെൽ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോം. നിന്റെ അമ്മ? അമ്മ കിടന്നു. നന്നായി ബേബി. ഞാൻ നിന്റെ മുറിയെല്ലാം നന്നായി നോക്കി. എനിക്ക് ഒന്നും അലങ്കോലമായി തോന്നിയില്ല. അതായത് എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്തുണ്ട്. സപ്പോസ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സാധനം സ്ഥലം മാറി കിടക്കേണ്ടതല്ലേ? പക്ഷേ ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് സോ ആരെങ്കിലും വന്നെന്ന്. ഇല്ല ബേബി, ആരോ ഉറപ്പായും വന്നിട്ടുണ്ട്. നമ്മൾ പുറത്ത് കണ്ടില്ലേ കഥകിലെ പാടുകൾ? അതായത് ആരോ പൂട്ട് തകർക്കാൻ നോക്കിയതുപോലെ. പിന്നെ പാർട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോ ഈ അടയാളമൊന്നും ഇല്ലായിരുന്നു. ഞാനാ വാതിൽ പൂട്ടിയത്. കള്ളൻ എന്തായാലും വന്നിട്ടുണ്ട്. പക്ഷേ ബേബി, കള്ളൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോഷ്ടിച്ചാലും മടങ്ങൂ. എന്റെ ജ്വല്ലറി. എന്തുപറ്റി? എല്ലാം അവിടെയുണ്ട്. ഇനി ആ കള്ളന് ഒന്നും മോഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കുള്ളതാ. അമ്മ അമ്മ എത്ര ഉറക്കെ വിളിച്ചിട്ടുണ്ടാവും. ആ കള്ള പേടിച്ചില്ലേ? ബേബി, നിനക്കറിയോ, ഞാൻ കരുതിയത് അമ്മ നിന്നെയാ കണ്ടെന്നാ. നിന്നെ കുറിച്ച് അമ്മ പറഞ്ഞു തന്നാ. പക്ഷെ അല്ല, ഏതോ കള്ളം വന്നിട്ടുണ്ട്. എന്ത് സൂപ്പർ കാര്യ ചെയ്തത് എന്റെ അമ്മ. ഫാന്റാസ്റ്റിക്. അതായത് ആ കള്ളൻ പണത്തിനും സ്വർണത്തിനും വേണ്ടിയല്ല വന്നെങ്കിലോ? എന്നുവെച്ചാ ഒരുപക്ഷെ ആ കള്ളന്റെ പേര് കിരൺ നമ്പ്യാർ എന്നാണെങ്കിലോ? കിരൺ? യെസ് ബേബി. നീ ഓർക്കുന്നു, ആ പാർട്ടിയിൽ രോഹിത് കിരണിനെ തിരയുകയായിരുന്നു. ആ രാധിക നമ്പ്യാർ പ്രീതയെ, രണ്ടുപേർക്കും സെയിം റീസൺ ആയിരുന്നു. ആ കിരണും ഫോൺ എടുക്കുന്നില്ല, പ്രീതയും ഫോൺ എടുക്കുന്നില്ല. ഓർക്കുന്നോ? അപ്പൊ നീ പറഞ്ഞു വരുന്നത് കിരൺ പ്രീത ഇവിടെ വന്നിരുന്നെന്നാണോ? പക്ഷെ എന്തിന്? ഓ, നിന്റെ ബുദ്ധി ഒന്ന് ഉപയോഗിക്ക് ബേബി. എന്തു പോയി? ഒന്ന് ചിന്തിക്ക്. അതായത് നിന്റെ മുറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മിസ്സിംഗ് ആണെങ്കിൽ അതിനു വേണ്ടിയായിരിക്കും. പക്ഷെ ഒന്നും മിസ്സിംഗ് അല്ലല്ലോ, എല്ലാം അതിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടല്ലോ. ഓ റിയലി?
പിന്നെ അവരെന്താ അവിടെ പിക്നിക് ആഘോഷിക്കാൻ വന്നതാണോ? യു ഫൂൾ. നീ നിന്റെ മുറിയിൽ എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്യ്, നന്നായിട്ട് ചെക്ക് ചെയ്യ് ഏത് സാധനമാണ് മിസ്സിംഗ് എന്ന്. ഗോ ചെക്ക്. സ്ലാം ബുക്ക്, എന്റെ സ്ലാം ബുക്ക്. വാട്ട്? സ്ലാം ബുക്ക്? ഇവിടെ? അവിടെയോ? നിന്റെ സ്ലാം ബുക്ക് മിസ്സിംഗ് ആണോ? അതേ സ്ലാം ബുക്ക്, അതിൽ നീ നിന്റെ ലൈഫിലെ സകല കാര്യങ്ങൾ എഴുതുന്ന, നിന്റെ എല്ലാ രഹസ്യങ്ങളും പറയുന്ന. ഇതൊരു സ്റ്റുപ്പിഡ് പ്രവൃത്തിയാണ് നീ ചെയ്തത്. രഹസ്യങ്ങളെല്ലാം രഹസ്യമായി വെക്കണം. നിന്നോട് ഈ രഹസ്യങ്ങളൊക്കെ എഴുതി വെക്കാൻ ആരാ പറഞ്ഞത്? ഓ ഗോഡ്, നോക്കിക്കോ. സപ്പോസ് ആ സ്ലാം ബുക്ക്, അതായത് നിന്റെ എല്ലാ രഹസ്യങ്ങളും അവരുടെ കൈകളിൽ എത്തിയാൽ പിന്നെ